പ്രിയ കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് കിതാബു തജ്വീദ് 5ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠം മറാത്തിബുൽ ഖിറാഅത്ത്, ഖുർആൻ പാരായണത്തിന്റെ പ്രധാന മര്യാദകൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതില് എന്താണ് മര്യാദകളില് നമ്മൾ പഠിച്ചു. എന്താണ് ഖുർആൻ എങ്ങനെ ഓതണം, തജ്വീദ് നിയമം അനുസരിച്ച് ഓതണം എന്നൊക്കെ അല്ലെ. അപ്പൊ ഇവിടെ ഖിറാഅത്തിന്റെ നിയമങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ആ പാരായണം ചെയ്യുന്നതിൽ ഖിറാഅത്തിന്റെ നിയമങ്ങൾ അപ്പോ നമ്മുടെ പാഠഭാഗത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് സാവധാനം പാരായണം ചെയ്താലാണ് അക്ഷരങ്ങളുടെ ഉച്ചാരണവും മറ്റു നിയമങ്ങളും കൃത്യമായി പാലിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പാരായണത്തിന്റെ വേഗതയിൽ നാം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അക്ഷരങ്ങളുടെ ഹർക്കത്തുകൾ മാറിപ്പോകുന്നത് ആ രൂപത്തിലൊന്നും ഖുർആൻ പാരായണം ചെയ്ത് ഹർക്കത്തുകൾ മാറിപ്പോകുന്ന രൂപത്തിലോ നഷ്ടപ്പെടുന്ന രൂപത്തിലോ ഉള്ള വേഗതയിൽ ഒരിക്കലും ഖുർആൻ ഓതാൻ പാടില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഖുർആൻ ഓതുന്ന ഖുർആനിന്റെ ഖിറാഅത്തിന്റെ നിയമങ്ങൾ, ഖിറാഅത്തിന്റെ ഇനങ്ങൾ, ആ 3 ഇവിടെ പറയുന്നു. ഏതൊക്കെയാണ്? തർത്തീലായിട്ട് ഓതും. എന്താണ് ഈ തർത്തീലായിട്ട് ഓതുക എന്ന് പറഞ്ഞാല് അർത്ഥം ചിന്തിച്ച് സാവധാനം പാരായണം ചെയ്യുക. അർത്ഥം ചിന്തിച്ച് സാവധാനം പാരായണം ചെയ്യലാണ് തർത്തീലായിട്ട് പാരായണം ചെയ്യുക. നമുക്ക് ഇവിടെ ഒരു ബാർകോഡ് ഉണ്ട് അല്ലെ, QR കോഡ്. അത് സ്കാൻ ചെയ്താൽ അതില് സൂറത്തുൽ ഫാത്തിഹയുടെ തർത്തീലായിട്ടും ഹദറായിട്ടും തദ്വീറായിട്ടൊക്കെ ഓതുന്ന വോയിസ് കേൾക്കാം. അപ്പൊ ഇതില് അവസാനത്തിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നോക്കിയാല് നമുക്ക് മനസ്സിലാവും. അപ്പൊ എല്ലാവരും ഫോൺ ഉപയോഗിച്ച് ബാർകോഡ് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അതിലെ ഖിറാഅത്ത് കേൾക്കണം നിർബന്ധമായിട്ട് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ തർത്തീലായിട്ടുള്ള പാരായണം, സാവധാനം പാരായണം ചെയ്യുന്നത് മനസ്സിലാക്കാം. രണ്ടാമത്തത് ഹദറാണ്. ഹദർ എന്താണ്? അക്ഷരങ്ങളും ഹർക്കത്തുകളും മാറിപ്പോവാത്ത രീതിയിൽ വേഗത്തിൽ പാരായണം ചെയ്യുക. വേഗത്തിലാണ് ഓതുന്നത്, പക്ഷെ അവിടെ അക്ഷരങ്ങളുടെ ഹർക്കത്തും മഹ്റജൊന്നും മാറിപ്പോകുന്നൊന്നുമില്ല. ആ രീതിയിൽ വേഗത്തിൽ, അതിനാണ് ഹദർ എന്ന് പറയുന്നത്. ഇനി തദ്വീർ എന്താണ്? അതൊരു മിതമായ വേഗത്തിൽ പാരായണം ചെയ്യലാണ് തദ്വീർ. മിതമായ വേഗത്തിൽ പാരായണം ചെയ്യലാണ് തദ്വീർ. ഖുർആൻ ഓതാൻ ഏറ്റവും നല്ലത് തർത്തീലാണ്. വറത്തിൽ ഖുർആന തർത്തീല എന്നാണ്. ഖുർആൻ അർത്ഥം ചിന്തിച്ച് സാവധാനം നിയമങ്ങളൊക്കെ പാലിച്ച് ഓതണം എന്നാണ്. അപ്പോൾ ഇവിടെ തദ്വീർ എന്താണ്, തർത്തീൽ എന്താണ്, ഹദർ എന്താണെന്ന് മനസ്സിലാക്കാം. ഇനി ഈ തർത്തീൽ നമ്മൾ സാവധാനം അർത്ഥം ചിന്തിച്ച് ഓതുക എന്ന് പറഞ്ഞില്ലേ, ആ തർത്തീലിനേക്കാൾ സാവധാനമാണ് എന്ത് ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഓതേണ്ടത്. അതിന് തഹ്കീഖ് എന്നാണ് പറയുക. തഹ്കീഖ് എന്താണ്? തഹ്കീഖ് തർത്തീലിനേക്കാൾ സാവധാനം ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി ഓതുന്നതിനാണ് തഹ്കീഖ് എന്ന് പറയുന്നത്. ഏത് രീതിയിൽ ഓതുകയാണെങ്കിലും, തദ്വീറായിട്ടും തർത്തീലായിട്ടും ഹദറായിട്ടും തഹ്കീഖായിട്ടൊക്കെ ഓതുകയാണെങ്കിലും എന്താണ്, തെറ്റൊന്നുമില്ല. അവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? തജ്വീദ് നിയമങ്ങൾ പാലിച്ച് ഓതൽ നിർബന്ധമാണ്. അത്രയാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് തദ്രിബാത്തിൽ 3 ബാർകോഡ് തന്നിട്ടുണ്ട്. ആ ബാർകോഡ് സ്കാൻ ചെയ്താല് നമുക്ക് ഏതൊക്കെയാണ് ഒന്നാമത്തെ ബാർകോഡ്, ഏത് രീതിയിലാണ് ഒന്നാമത്തെ ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് ഓതുന്നത് എന്ന് നമ്മൾ ബാർകോഡ് സ്കാൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അവിടെ താഴെ കള്ളിയിൽ എഴുതാനാണ്. അപ്പൊ ഒന്നാമത്തത് നമുക്ക് സ്കാൻ ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഒന്നാമത്തത് ഹദർ, അക്ഷരങ്ങളുടെ ഹർക്കത്തോ ഒക്കെ ശ്രദ്ധിച്ച് മാറിപ്പോവാത്ത രീതിയിൽ വേഗത്തിൽ പാരായണം ചെയ്യുന്നുണ്ട്. അത് ഹദറാണ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ കള്ളിയിൽ ഹദർ എന്ന് എഴുതാം. ഇനി രണ്ടാമത്തത് തദ്വീറാണ്. മിതമായ ഒരു വേഗത്തിലാണ് അവിടെ പാരായണം ചെയ്യുന്നത്, മിതമായ ഒരു വേഗത്തിൽ, അത് തദ്വീർ. മൂന്നാമത് തർത്തീലാണ്. അർത്ഥം ചിന്തിച്ച് സാവധാനം പാരായണം ചെയ്യണം, അത് തർത്തീലാണ്. അത്രയും സാവധാനാണ് അവിടെ പാരായണം ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാം. അപ്പൊ അതവിടെ എഴുതാട്ടോ, ഹദർ, തദ്വീർ, തർത്തീൽ എന്ന് ഓർഡറിൽ എഴുതാം. ഇനി താഴെ വന്ന വർക്ക് എന്താണ്? അത് മദ്രസ ക്ലാസ്സിൽ ഉസ്താദിന് ചെയ്യാനുള്ളതാണ്. തർത്തീൽ, തദ്വീർ, ഹദർ എന്ന പേരിൽ കുട്ടികളെ 3 ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് ഓരോ ഗ്രൂപ്പിനും ഓരോ ശൈലിയിൽ, സൂറത്തുൽ ഫീല്, സൂറത്തുൽ മാഊൻ, സൂറത്തുൽ കാഫിറൂന. ഒരു ഗ്രൂപ്പിന് സൂറത്തുൽ ഫീല് തർത്തീലിന്റെ രൂപത്തിൽ ഓതാന്, പിന്നെ സൂറത്തുൽ മാഊന് തദ്വീറായിട്ട് ഒരു ഗ്രൂപ്പിന് ഓതാന്, പിന്നെ ഹദർ ഗ്രൂപ്പിന് സൂറത്തുൽ കാഫിറൂനെയും. അപ്പൊ ഒക്കെ ആ രീതിയിൽ സാവധാനാണെങ്കിൽ സാവധാനം, മിതമായ വേഗത്തിലാണ്, അങ്ങനെ ഓരോ ഗ്രൂപ്പുകാരും ഓതാണ്. അത് ഉസ്താദുമാര് ക്ലാസ്സിൽ
ചെയ്യിക്കുന്ന ഒരു വർക്കാണ്. ഇനി അവസാനം എന്താ വന്നത്, താഴെ കൊടുത്ത 2 ഖിറാഅത്തുകളും കേട്ടിട്ട് വ്യത്യസ്തമായ 2 പ്രത്യേകതകൾ വീതം ആ ബോക്സിൽ എഴുതാനാണ്. അപ്പൊ അവിടെ 2 ബോക്സാണ്. 2 ബോക്സിൽ 1, 2 എന്ന് പറഞ്ഞിട്ട് നമ്പർ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ബാർകോഡ് സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് അതില് സൂറത്തുൽ ഫീലാണ്. അപ്പൊ അത് നമ്മൾ വോയിസ് ഓൺ ആക്കിയാൽ അവിടെ സാവധാനാണ് ഓതുന്നത്. അപ്പൊ നമുക്ക് അവിടെ എന്താണ് തർത്തീല് എന്ന് എഴുതാം. ഇത് പാരായണം തർത്തീലാണ് എന്ന് എഴുതാം. അപ്പോൾ അർത്ഥം ചിന്തിച്ച് സാവധാനം പാരായണം ചെയ്യുന്ന രീതി അത് തർത്തീലാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് അവിടെ തർത്തീൽ എന്ന് എഴുതാം. ഓക്കെ, അപ്പോ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എന്ത് എഴുതാം, ഒന്നാമത്തത് തർത്തീലായിട്ടാണ് പാരായണം ചെയ്തത് എന്ന് എഴുതാം. ഇനിയോ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എന്താണ്, അർത്ഥം ചിന്തിച്ച് സാവധാനം പാരായണം ചെയ്യുന്ന രീതിയാണ്, അർത്ഥം ചിന്തിച്ച് സാവധാനം പാരായണം ചെയ്യുന്ന രീതിയാണ് എന്ന് 2 പോയിന്റ് അവിടെ എഴുതാം. ഇനി അടുത്തത് അവിടെ സൂറത്തുൽ ഫാത്തിഹയാണ് ഓതുന്നത്. അപ്പൊ അതെന്താണ്, അത് സാവധാനം, ഒരു മിതമായ സാവധാനത്തിലാണ് അവിടെ ഓതുന്നത്. അപ്പൊ നമുക്കവിടെ ഇത് തദ്വീറാണ് എന്ന് എഴുതാം. ഇനിയോ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് മിതമായ വേഗതയിൽ പാരായണം ചെയ്യുന്നു. അപ്പൊ ആ 2 കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് എഴുതുക. അപ്പൊ ഇത്രയാണ് ഇതിൽ വന്ന വർക്കുകള്. അപ്പൊ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. തദ്വീർ, തർത്തീല്, ഹദർ, ഇനി തഹ്കീക്ക്, ഇത് എന്താണ് എന്നത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഒരു ഖിറാഅത്ത് കേട്ടാൽ അത് ഏത് രൂപത്തിലാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. പഠിച്ചതൊക്കെ അനുസരിച്ച് ഖുർആൻ ഓതാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.